ആ വാർത്ത ശരിയാണ്. റഷ്യ പ്രതികാരം ചെയ്തു. യുക്രൈൻ്റെ പ്രധാന സൈനിക കേന്ദ്രം ചാരമാക്കി. 12 മീറ്റർ നീളവും 36 ടൺ ഭാരവുമുള്ള മിസൈൽ 700 കിലോമീറ്റർ പിന്നിട്ട് നിപ്രോയിലെത്തി. 800 കിലോഗ്രാം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള RS-26 റൂബേഷ് എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ യുക്രൈന് നേരെ ആദ്യമായി റഷ്യ പ്രയോഗിച്ചു. തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾക്കു നേരെ റഷ്യ കടുത്ത ആക്രമണമാണ് നടത്തിയത്. 2011 പരിഷ്കരിച്ച റൂബേഷ് മിസൈലാണ് യുക്രൈനു നേരെ പ്രയോഗിച്ചത്. 1000 കിലോമീറ്റർ അകലെയുള്ള റഷ്യയുടെ മേഖലയിൽ നിന്നാണ് മിസൈൽ തൊടുത്തുവിട്ടത്. ഭൂഖണ്ഡാന്തര മിസൈൽ 6 പതിറ്റാണ്ട് മുമ്പ് ആണ് റഷ്യ വികസിപ്പിച്ചത്. 60 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഉപയോഗിച്ച ആദ്യ രാജ്യമായി റഷ്യ മാറി. അണുവായുധമായി പ്രയോഗിക്കാനും ഈ മിസൈലിന് സാധിക്കും. ഇത്തവണ സാധാരണഗതിയിൽ സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ പ്രയോഗിച്ചത്. രാസായുധവും ജൈവായുധവുമായി മിസൈൽ ഉപയോഗിക്കുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യയ്ക്കു നേരെ പ്രയോഗിച്ചിരുന്നു. ഇതിന് കടുത്ത മറുപടിയായിട്ടാണ് ഈ ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗം. റഷ്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതിന് ശേഷമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ തുറന്നടിച്ചിട്ടുണ്ട്. അമേരിക്കയും അവരുടെ പല സഖ്യകക്ഷികളുടെയും എംബസികൾ യുക്രൈനിൽ അടച്ചുപൂട്ടിയ നിലയിലാണ്.